السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. وعلم أمة يا سيدنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങളെ കേൾക്കുവാനും ചിന്തിക്കുവാനും തൗഫീഖ് നൽകട്ടെ. നാം ചെയ്തു പോയ സർവ്വദോഷങ്ങളെയും അല്ലാഹുവേ നീ പൊറുത്തു മാഫാക്കി താ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ ഈ മജ്‌ലിസിൽ ഒരുപാട് ആൾക്കാർ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് നമ്മുടെ ഈ മജ്‌ലിസിൽ അതിമഹത്തായ ഇമാമുനാ ശാദുലി റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ പകർത്തി വന്ന ഹിസ്ബുൽ ബഹ്ർ എന്ന ആ പ്രകാശം ആണ് നമ്മുടെ ഈ സദസ്സിൽ പാരായണം ചെയ്യാനുള്ളത്. ആ ഓതുന്ന സമയത്ത് എല്ലാവരും അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷയങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓതുക. അല്ലാഹു പൂർത്തിയാക്കി തരും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവ് കണ്ട മഹാന്മാരെ പറയുന്ന സദസ്സാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കിടക്കുന്ന സ്ഥലമാണ്. എത്രയും മഹത്വമുള്ള സ്ഥലം ആയതുകൊണ്ട് എന്ത് ഉദ്ദേശവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് പൂർത്തിയാകാൻ ഒരു കാരണമായി തീരും എന്നത് നമുക്ക് ഉറപ്പിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാം സ്വീകരിക്കട്ടെ. നാം മനസ്സിൽ വിചാരിക്കുന്ന സർവ്വ കാര്യങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. മുഹറമിന്റെ 9ാമത്തെ ദിവസത്തിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഓരോ മുഅ്മിനീങ്ങളും നാളത്തെ ദിവസത്തിൽ നോമ്പ് നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അടുത്ത കൊല്ലത്തേക്ക് ഞാൻ ബാക്കിയുണ്ടെങ്കിൽ മുഹറമിലെ 9ാമത്തെ നോമ്പ് ഞാൻ നോക്കുമെന്ന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്തുള്ള ഓരോരുത്തരും നാളത്തെ നോമ്പിനെ നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹറം 9ാമത്തെ ദിവസത്തിലും ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ടെങ്കിലും മുഹറം 10ാമത്തെ ദിവസത്തിൽ ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണയും കൂടി ഉണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചതാണെന്നും ആകാശവും ഭൂമിയും ചന്ദ്രനും നക്ഷത്രവും അതുപോലെ തന്നെ സ്വർഗവും ഇതെല്ലാം പടച്ചതായ ഒരു മാസമാണ് മുഹറം 10ാമത്തെ ദിവസത്തിൽ. അർശും കുർസിയും എല്ലാം ആ ദിവസത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചതും നമ്രൂദിന്റെ ആ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും
മുഹറം 10-ാമത്തെ ദിവസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉള്ളവർ രക്ഷപ്പെടുകയും ഫിർഔന്റെ കൂടെ ഉള്ള ആൾക്കാർ സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്ത ദിവസമാണ് മുഹറം 10-ാമത്തെ ദിവസം. അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനും അവർക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين وقال موسى يا فرعون إني رسول من رب العالمين. الله رب سبحانه وتعالى അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ചു തരുകയാണ്. ثم بعثنا من بعدهم موسى بآياتنا. മൂസാ നബി അലൈഹിസ്സലാമിനെ ആയാത്തുമായിട്ട് നാം അയച്ചു കൊടുത്തു. 9 ദൃഷ്ടാന്തമായിട്ടാണ് അയച്ചു കൊടുത്തത്. ഫിർഔന്റെ കൂട്ടരിലേക്കാണ് അല്ലാഹു തആല അയച്ചു കൊടുത്തത്. ഫളലമു ബിഹാ, അവർ ആ ആയത്തിനെ അക്രമം ചെയ്തു. അവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ, ഭൂമിയെ ഫസാദാക്കിയ ആൾക്കാരുടെ അവസാനം എങ്ങനെയായിരുന്നെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചു തരുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം 9 ദൃഷ്ടാന്തമായിട്ടാണ് എത്തിയത്. ഒന്നാമത്തെ ദൃഷ്ടാന്തമാണല്ലോ അസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ ദൃഷ്ടാന്തം എന്താണ്? ഫഅൽഖാ അസ്വാഹു ഫഇദാ ഹിയ സുഅബാനും മുബീൻ. ആ വടി എങ്ങാനും നിലത്തോട്ട് ഇട്ടാൽ ആ വടി പാമ്പായി മാറുന്നു. ഭൂമിക്ക് അടിച്ചാൽ കൃഷി ഉണ്ടാകുന്നു. കല്ലിലടിച്ചപ്പോൾ വെള്ളമുണ്ടാകുന്നു. ഫിർഔന്റെ വാതിലിനെ അടിച്ചപ്പോൾ ഫിർഔന്റെ തലയുടെ മുടിയെല്ലാം നിറച്ചു പോയപ്പോൾ അവനിക്ക് നാണക്കേടുണ്ടായി. അങ്ങനെ നാണക്കേടുണ്ടായപ്പോഴാണ് ഫിർഔന് തന്റെ തലയുടെ മുടി കറുപ്പിച്ചത്. وأول من خلب بالسواد فرعون وهو حرام. ആദ്യമായിട്ട് മുടിയെ കറുപ്പിച്ചവനുണ്ടെങ്കിൽ അത് ഫിർഔനാണ്. അത് ഹറാമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. ലാ യജിദു ഫാഇലുഹു റൈഹത്തുൽ ജന്ന. ആരെങ്കിലും ഒരാള് മുടിയെ കറുപ്പിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ വാസന പോലും അവനിക്ക് കിട്ടൂല. അതുകൊണ്ട് നിറച്ച വെളുത്തതായ മുടിയെ കളറ് കൊടുക്കാം. ഏത് കളറ്? മൊയിലാഞ്ചി കൊണ്ട് കളറാക്കാം, മഞ്ഞ കളറാക്കാം. പക്ഷേ കറുത്ത കളറ് പാടില്ല. ഇനി ചില ആൾക്കാർക്ക് ചോദിക്കാമല്ലോ, മൊയിലാഞ്ചി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇനി ചില മൊയിലാഞ്ചികൾ കറുത്തതായി പോയാലോ? അതിന്റെ കളറ് കറുപ്പാണ്, മൊയിലാഞ്ചാണ്, കളറ് കറുപ്പാണ്. അങ്ങനെയുള്ള മൊയിലാഞ്ചി കൊണ്ട് മുടി കറുപ്പിക്കാമോ? ഇല്ല, പാടില്ല. അത് ഹറാമാണ്. കറുത്തതായ ഏത് കളറ് കൊടുത്താലും അത് മൊയിലാഞ്ചി ആവട്ടെ, മറ്റേത് സാധനമാവട്ടെ, കറുത്തതാണോ അത് ഹറാമാണ്. ആദ്യമായിട്ട് മുടിയെ കറുപ്പിച്ചവൻ ഫിർഔനാണ്. ആരെങ്കിലും ഒരാള് മുടിയെ കറുപ്പിക്കുകയാണെങ്കിൽ അവൻ ഫിർഔന്റെ കൂടെയാണ്. ഫിർഔൻ ഒരിക്കലും സ്വർഗത്തിൽ പോകൂലല്ലോ, അവൻ നരകത്തിലേക്ക് പോകുന്ന ആളാണല്ലോ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുടെ മഹത്വം പറയുകയാണെങ്കിൽ
ഉണ്ടാകുന്നു. നിലത്തേക്കിട്ടപ്പോൾ പാമ്പുണ്ടാകുന്നു. അതുപോലെ കല്ലിലേക്ക് അടിച്ചപ്പോൾ വെള്ളം പൊട്ടി ഒളിക്കുന്നു. ഫിർഔന്റെ വാതിലിൽ അടിച്ചപ്പോ ഫിർഔന്റെ തലയുടെ മുടി നിറച്ചു പോയി, വെളുത്തുപോയി. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം, വടി. രണ്ടാമത്തെ വല്യദുൽ ബൈദാ വനസയദ വനസഅദഹു ഫൈദാ ഹിയ ബൈദാ നാദിരീൻ. കയ്യന്നൂർ കുപ്പായത്തിൽ നിന്ന് കയ്യൊന്നൂരി നോക്കിയപ്പോ, കുപ്പായ കീസയിൽ നിന്ന് കയ്യൊന്നിങ്ങനെ ഊരി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നോക്കുന്ന ആൾക്കാർക്ക് അതൊരു അത്ഭുതമായിരുന്നു, പ്രകാശമായിരുന്നു. രണ്ടാമത്തേതാണ് വല്യദുൽ ബൈദാ. മൂസാ നബി അലൈഹിസ്സലാം പ്രകാശിക്കുന്ന കയ്യുമായിട്ട് അതാ ദൃഷ്ടാന്തമായിട്ട് വരുന്നു. മൂന്നാമത്തേതാണ് ജറാദ് പക്ഷി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് പറയുന്നുണ്ട്. ഏതായാലും ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ നേരം പോകാകുന്നില്ല. ജറാദ് പക്ഷിയെ അയച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹക്കാരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ആ ജറാദ് പക്ഷി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു ജറാദ് പക്ഷി വീണു. ഫഇദാ മക്തൂബൻ അലാ ജനാഹൈഹാ ബിൽ അബ്റാനിയ. അബ്റാനിയ ഭാഷയിൽ അതിൽ എഴുതിയത് കാണാം, നഹ്നു ജുന്ദുല്ലാഹിൽ അക്ബർ. ഞങ്ങൾ അല്ലാഹുവിന്റെ വലിയ സൈനികന്മാരാണ്. വലനാ തിസ്ഊന ബൈദാ. ഞങ്ങൾക്ക് 99 മുട്ടയുണ്ട്. ഞങ്ങളിൽ ആരെങ്കിലും മുട്ടയിടുകയാണെങ്കിൽ 99 മുട്ടയിടും. പക്ഷേ വലോ തമ്മത്തിൽ 100 മുട്ടയെങ്കാലും പൂർത്തിയാക്കിയാൽ ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലുള്ള എല്ലാം തിന്നുകളയും. ദുനിയാവിലുള്ള മൊത്തം തിന്നുകളയും. ഇത് ഈ എഴുത്ത് കണ്ടപ്പോൾ, അതിന്റെ ചിറകിൽ എഴുതിയത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഹ്രിജിൽ ജറാദ. അല്ലാഹുവേ, ജറാദിനെ നീ നശിപ്പിക്കണേ അല്ലാഹ്. ഉഖ്തുൽ കിബാറഹ വഅമിത് സിഗാറഹ. അതിൽ വലിയതിനെ നീ കൊല്ലണേ, ചെറിയതിനെ മരിപ്പിക്കണേ. വഅഫ്സിദ് ബൈദഹ. അതിന്റെ മുട്ടകളിൽ നഷ്ടപ്പെടുത്തണേ. വസദ്ദി അഫ്വാഹഹ. അതിന്റെ വായ്കളെ മൂടണേ. അൻ മസാരിഇൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ കൃഷിസ്ഥലത്തിൽ നിന്ന്, വൻ മആയിശിഹിം. മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ജറാദ് പക്ഷിയുടെ വായ നീ മൂടിക്കളയണേ അല്ലാഹ്. അതിന്റെ മുട്ട നഷ്ടപ്പെടുത്തണേ അല്ലാഹ്. വലിയതിനെ കൊന്ന് ചെറിയതിനെ മരിപ്പിക്കണേ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ. നീ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ പൊന്നാര നബിയേ, തങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ജറാദ് പക്ഷി തിന്നാൻ അനുവദിച്ചിട്ടുണ്ട്. ജറാദ് പക്ഷി വളരൂല. ചില പ്രദേശങ്ങളിൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ. അപ്പൊ ജറാദ് പക്ഷിയെ അയച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹക്കാരെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്, അവർക്ക് അദാബ് കൊടുക്കുകയാണ്. നാലാമത്തെ ആയത്താണ്, നാലാമത്തെ ദൃഷ്ടാന്തമാണ് പേട്. അഅറാഫ് സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു, പേട് കൊണ്ടും നാം അവരെ ശിക്ഷിച്ചു. പേട് എന്നുള്ളത് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അത് വലിയൊരു ശർറാണ്.
കാരണങ്ങൾ പറയുന്നുണ്ട്. ഓർമ്മശക്തി കുറവ്, മറക്കുന്നു, എന്ത് ചെയ്താലും മറവിയാണ്. മറവി ഉണ്ടാകാൻ 3 കാരണങ്ങൾ പറയുന്നു. ഒന്നാമത്തെ കാരണം പുളിയായ ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തെ കാരണമാണ് എരിവായിട്ട് പോയ സാധനം, അല്ലെങ്കിൽ ഭക്ഷണമോ വെള്ളമോ അത് കുടിക്കുക. അങ്ങനെ ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറവി ഉണ്ടാകും. അതുപോലെ തന്നെ തലയിൽ പേട് വളരുകയാണെങ്കിൽ അവർക്കും മറവി ഉണ്ടാകുമെന്ന് മഹാനായ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേട് എന്നുള്ളത് വലിയൊരു ശല്യമാണ്. തലയുടെ പേട് നശിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയൊരു ശർറാണ്. പക്ഷേ പേടി കൊണ്ട് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഗർഭിണികളായ സ്ത്രീകൾക്ക് സ്കാനിംഗ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വരില്ല. ഗർഭിണികളായ സ്ത്രീകളുണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ള ഗർഭത്തിലുള്ള ശിശു ആണോ പെണ്ണോ എന്നറിയണ്ടേ? നിങ്ങൾ പോയി സ്കാനിംഗ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ തലയുടെ പേടെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഗർഭശിശു ആണോ പെണ്ണോ എന്ന് അറിയാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഗർഭിണിയായ ഒരു പെണ്ണിന്റെ മുലപ്പാലെടുത്ത് മുങ്കയിലേക്ക് ഉറ്റിക്കുക. എന്നിട്ട് അതേ പെണ്ണിന്റെ തലയുടെ പേന എടുത്ത് ആ മുലപ്പാലിന്റെ ഉള്ളിലേക്ക് ഇടുക. ഇട്ടപ്പോ ആ പാലിന്റെ ഉള്ളിൽ നിന്ന് പേന കറങ്ങും. അങ്ങനെ കറങ്ങിട്ട് പാലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നാൽ അവൾക്ക് ജനിക്കുന്ന കുട്ടി പെണ്ണാണ്. വൈലം തഖ്റുജു, ആ പാലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല, അതിന്റെ ഉള്ളിൽ തന്നെ കറങ്ങുന്നുണ്ടെങ്കിൽ ഫഹുവ ദകറൂൻ, ആ പെണ്ണിന് ജനിക്കുന്ന കുട്ടി ആണാണ് എന്ന് മനസ്സിലാക്കാം. റൂഹുൽ ബയാൻ എന്ന കിതാബിൽ, തഫ്സീറിന്റെ കിതാബിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. അഅറാഫ് സൂറത്തിൽ നോക്കിയാൽ കാണാം, പെണ്ണിന്റെ സംഭവം പറയുന്നവിടെ കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ സ്ത്രീകളെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭശിശു ആണോ പെണ്ണോ എന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ചാടി വീഴണ്ട. സ്കാനിംഗ് ചെയ്തത് പലപ്പോഴും ശരിയായിട്ട് വരണമെന്നില്ല. മഹാന്മാര് പഠിപ്പിച്ചു തന്നത് പലതും അനുഭവത്തിൽ പരീക്ഷിച്ചു നോക്കുമ്പോ ശരിയായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗമുണ്ടല്ലോ, അത് പലപ്പോഴും ശരിയായതാണ്, അത് ഉറപ്പുള്ളതാണ്, സംശയിക്കേണ്ടതല്ല. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗർഭമുണ്ടായിട്ട് സ്കാനിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഗർഭശിശു ആണോ പെണ്ണോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. ആ സമയത്തില് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള മുലപ്പാലെടുത്ത് മുങ്കയിൽ ഇട്ടിച്ചിട്ട് തലയുടെ പേരെടുത്ത് അതിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. പുറത്തു പോയാൽ പെണ്ണാണെന്ന്, പുറത്തു പോകാതെ അവിടെ തന്നെ കറങ്ങുകയാണെങ്കിൽ ആണാണെന്ന് മനസ്സിലാക്കാം. എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദീനിൽ, പറയാത്തൊന്നും ബാക്കിയില്ല. ഇക്കാര്യം എല്ലാവരും ചെയ്തു നോക്കുക. നാലാമത്തെ ദൃഷ്ടാന്തമാണ് മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവരുന്നത്.
തവള. തവളയുടെ അവസ്ഥയാണ് നാലാമത്തേത്. എല്ലാവരുടെ വീട്ടിലേക്കും തവളയെ അയച്ചുകൊണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങളിലും അവർക്കുള്ള വസ്ത്രങ്ങളിലും അവർക്കുള്ള വീടുകളിലും തവളയെ ഉറച്ചു കളഞ്ഞു. അല്ലാത്ത പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളെ കൊണ്ട് അവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തവളയെ കണ്ടാൽ ആരും കൊന്നു കളയരുത്. തവള വല്ലാത്ത ദിക്ർ ചൊല്ലുന്ന ജീവിയാണ്, അല്ലാഹുവിനെ ഓർക്കുന്ന ജീവിയാണ്. തവളയുടെ ദിക്ർ കരച്ചിൽ എന്താണെന്നറിയോ? സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് അർത്ഥമുള്ള ദിക്റാണെന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. സമക്ഷരി ഇമാം പറഞ്ഞതാണ് തവളയുടെ കരച്ചിലിന്റെ അർത്ഥം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന ദിക്റാൻ. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം എല്ലാ രാത്രിയും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലും. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ദിവസം രാത്രി പറയുകയാണ്, ഞാൻ തസ്ബീഹ് പറയുന്നത്ര ഒരാളും തസ്ബീഹ് പറയുന്നവരുണ്ടാവില്ല. ഇത് കേട്ട തവള വിളിച്ച് പറയുകയാണ്, യാ ദാവൂദ് അതഫ്ഖുറു അലല്ലാഹി ബിതസ്ബീഹിക. നിങ്ങൾ അല്ലാഹുവോട് പവർ പറയുകയാണോ? നിങ്ങൾ തസ്ബീഹ് പറഞ്ഞെന്ന് പവർ നടിക്കുകയാണോ? എനിക്ക് 90 വയസ്സായി, എനിക്ക് 90 വയസ്സായി. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാതെ ഒരു ദിവസം പോലും എന്റെ നാവ് അടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ദിക്ർ ചൊല്ലുന്നു. 10 രാത്രി ഉണ്ടല്ലോ, ഒരു പച്ച ഇലകളും ഞാൻ ഭക്ഷിച്ചില്ല. ഒരു വെള്ളവും ഞാൻ കുടിച്ചില്ല. രണ്ട് കലിമത്ത് പറഞ്ഞത് കൊണ്ടാണ്, ആ കലിമത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് 10 ദിവസക്കാലം ഞാൻ ഭക്ഷിച്ചില്ല. 10 ദിവസക്കാലം ഒരു തുള്ളി വെള്ളം തൊട്ടില്ല. ഏതാണ് ആ കലിമത്ത്? യാ മുസബ്ബിഹം ബികുല്ലി ലിസാൻ. എല്ലാ നാവിലും തസ്ബീഹ് പറയിപ്പിക്കുന്ന അല്ലാഹ്, വമദ്കൂറൻ ബികുല്ലി മകാൻ. എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ പേര് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തവള 10 ദിവസക്കാലം ഒന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചില്ല. ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്, മനസ്സിൽ വിചാരിച്ചു പോവുകയാണ്, വമാ അസാ നകൂന അബ്ലഗ മിൻ ഹാദാ. ഈ തവളയേക്കാളും ഞാനെങ്ങനെ ഉഷാറാകും? ഇതിനേക്കാളും ഏറ്റവും നന്നായ ദിക്ർ ചൊല്ലുന്നവൻ ഞാനാകുന്നത് എങ്ങനെ എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം മനസ്സുകൊണ്ട് കരുതുന്നു. റൂഹുൽ മആനി 3-ാമത്തെ ഭാഗത്തിൽ 235-ാമത്തെ പേജിൽ ഈ സംഭവം കാണാം. തവള അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തഖ്തുലുൽ ഫാദിഅ. നിങ്ങൾ കപ്പകളെ തവളകളെ കൊന്നിരല്ലേ. ഫഇന്നഹാ മർറത് ബിനാരി ഇബ്രാഹിമ. ആ തവള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നമ്രൂദ് തീയിട്ടപ്പോൾ ആ തീയെ കെടുത്തിയതാണ്. വകാനത്ത് തർശുഹു അലന്നാർ. ഈ തവള എന്താക്കുന്നു? തീയെ ആ വെള്ളത്തിന്റെ മേൽ ഒഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്. തവളക്കുള്ള പവർ,
തവള ദിക്ർ ചൊല്ലുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തവളെ കൊല്ലല്ലേ എന്ന് പഠിപ്പിച്ചു തരുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളെ മക്കൾ സ്കൂളില്ലാത്ത സമയമാണല്ലോ, മഴയുള്ള കാലമാണല്ലോ. നമ്മുടെ മക്കൾ വെള്ളത്തിൽ കളിക്കുന്ന സമയത്തിൽ അവിടെ കുറെ തവളകൾ ഉണ്ടാകും. ആ തവളകളെ മക്കൾ കൊന്നുകളയും. അല്ലാഹുവിന്റെ ദിക്ർ പറയുന്ന തവളെ കൊല്ലണ്ടെന്ന് പറഞ്ഞു കൊടുക്കണേ, മക്കളോട് ഉപദേശിക്കണേ. തവള അല്ലാഹുവിന്റെ ദിക്ർ പറയുന്ന ജീവിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജീവിയെക്കാളും കൂടുതലായിട്ട് ഇബാദത്ത് എടുക്കാൻ തൗഫീഖ് നൽകട്ടെ. കൂടുതലായി ദീർഘിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ സമയം ചെലവാക്കുകയില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മുഹറം, മറ്റന്നാൾ മുഹറം 10 വരാനുണ്ട്. പകുതി ഭാഗം ഇൻഷാ അല്ലാഹ് മുഹറം 10ാമത്തെ ദിവസത്തിൽ നിങ്ങളോട് പറയുന്നു. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നാളത്തെ നോമ്പ് ആരും മറക്കരുത്. നാളെ എല്ലാവരും നോമ്പ് നോക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് ഹിസ്ബുൽ ബഹ്റാൻ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന ആ ഹിസ്ബുൽ ബഹ്ർ നമുക്ക് പറഞ്ഞിട്ട് ചെല്ലിട്ട് ദുആർന്നിട്ട് പിരിയാം. അല്ലാഹു തആല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദ് അശ്ശൈഖ് അൽ ഹസൻ അൽ ശാദുലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അലീം യാ അലീം യാ ഹലീം യാ അലീം അൻത റബ്ബി വ ഇൽമുക ഹസ്ബി ഫനിഅമർ റബ്ബു റബ്ബി വനിഅമൽ ഹസ്ബു ഹസ്ബി തൻസുർ മൻ തശാ وأنت العزيز الرحيم. نسألك العصمة في الحركات والسكنات والكلمات والإرادات والخطرات من الشكوك والظنون والأوهام الساطعات للقلوب عن مطالعة الغيوب. فقد ابتلي المؤمنون وزلزلوا زلزالا شديدا. وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله إلا غرورا. فثبتنا എന്ന് പറയുമ്പോൾ മനസ്സിൽ ഇസ്ലാം ഈമാൻ ഉറപ്പിച്ചിട്ട എന്ന് കരുതുക. ഫസബ്ബിത്നാ ഫസബ്ബിത്നാ ഫസബ്ബിത്നാ. ഇതിന് ശേഷം പറയുന്നത് നമ്മുടെ ഉദ്ദേശം മനസ്സിൽ കരുതുക. വൻസുർനാ വസഖിർ ലനാ ഹാദൽ ബഹ്ർ വൻസുർനാ വസഖിർ ലനാ ഹാദൽ ബഹ്ർ വൻസുർനാ വസഖിർ ലനാ ഹാദൽ ബഹ്ർ കമാ സഖർത ബഹ്ർ മൂസ അലൈഹിസ്സലാം وسخرت النار لإبراهيم عليه السلام وسخرت الجبال والحديد لداود عليه السلام وسخرت الريح والشياطين والجن لسليمان عليه السلام وسخر لنا كل بحر هو لك في الأرض والسماء والملك والملكوت وبحر الدنيا وبحر الآخرة وسخر لنا كل شيء يا من بيده ملكوت كل شيء. انصرنا فإنك خير الناصرين انصرنا فإنك خير الناصرين
بنا ونجنا من القوم الظالمين وهب لنا ريحا طيبة كما هي في علمك وانشرها علينا من خزائن رحمتك واحملنا بها من الكرامة مع السلامة والعافية في الدين والدنيا والآخرة إنك على كل شيء قدير. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وكن لنا صاحبا في سفرنا وخليفة في أهلنا واطمس على وجوه أعدائنا واطمس على وجوه أعدائنا واطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضيء ولا المجيء إلينا ولو نشاء لطمسنا على أعينهم فاستبقوا الصراط وأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ياسين 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 والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان مكمهون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. شاهت الوجوه شاهت الوجوه شاهت الوجوه وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. طاسين حميم عين سين قاف مرج البحرين يلتقيان بينهما برزخ لا يبغيان. حميم 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 حم الأمر وجاء النصر فعلينا لا ينصرون. حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. بسم الله بابنا تبارك حيطاننا ياسين سقنا حميم عين سين قاف حمايتنا كافها يا عين صاد كفايتنا فسيكفيكهم الله وهو السميع العليم. ستر العرش مسؤول علينا وعين الله ناظرة إلينا بحول الله لا يقدر أحد علينا والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ والله خير حافظا وهو أرحم الراحمين. فالله خير حافظا وهو أرحم الراحمين. فالله خير حافظا وهو أرحم الراحمين. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم تسليما دائما إلى يوم الدين والحمد لله رب العالمين. മുഅ്മിനീകളെ, മഹത്തായ ഹിസ്ബുൽ ബഹറിന്റെ മജ്‌ലിസിൽ നാം ഒരുമിച്ച് കൂടി അതിൽ ഏറ്റവും പ്രത്യേകമായ മജ്‌ലിസാണ് കനവിൽ ഹബീബി എന്നുള്ള ഈ മജ്‌ലിസ്. കാരണം
ഈ മജ്‌ലിസിൽ ഔലിയാക്കന്മാർ ഇതിന്റെ അടുത്ത് കിടക്കുന്നു, അവരടുത്ത് വെച്ച് ചെല്ലുന്നു. ആ ഔലിയാക്കന്മാർ 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നവരാണ്. ആ ഔലിയാക്കന്മാരെ അടുത്ത് വെച്ച് മജ്‌ലിസ് നടത്തുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായ ദുആ ഉണ്ടാകും. നാം ചൊല്ലിയതെല്ലാം ആ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബക്കാരെ ഖബറിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായവും അവിടുത്തെ ഖറാമത്തോടെ മുഅ്ജിസത്തും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇന്ന് നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ പ്രത്യേകമായിട്ട് ചില ആൾക്കാരെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. മുഹറമിന്റെ 9ാമത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ രാത്രി, നാളത്തെ രാത്രി എല്ലാവരും ഹയാത്താക്കുക. യാ ലത്തീഫ്, യാ ലത്തീഫ് എന്നുള്ള ദിക്ർ 16,641 പ്രാവശ്യം ചൊല്ലുക. ഉദ്ദേശം മനസ്സിൽ കരുതുക. നമുക്ക് എപ്പോഴും ദുനിയാവ് ഉദ്ദേശം ഉണ്ടായിക്കൂടാ. ദുനിയാവിൽ നാം ശാശ്വതമായി ജീവിക്കുന്നവരല്ല. നമുക്ക് ആഖിറമാണ് ഉദ്ദേശം വേണ്ടത്. ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹനെ ഓർക്കണം, ആഖിറത്തിൽ വിജയിക്കണം, ഖബറിൽ രക്ഷപ്പെടണം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഓർമ്മ. അങ്ങനെ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് കഴിയുന്ന ആൾക്കാരെല്ലാം ഇന്നത്തെ രാത്രിയും നാളത്തെ വരുന്ന മുഹറം ആശുറാ രാത്രിയും യാ ലത്തീഫ് 16,641 പ്രാവശ്യം ഖിബ്ലക്ക് മുന്നിട്ട് വുളൂഓട് കൂടി ചെല്ലുക. ഒരുപാട് അത്ഭുതങ്ങളെല്ലാം ഉണ്ട്. അല്ലാഹു അത് നമുക്ക് ചെയ്തു തരും. അതിന്റെ വിഷയത്തിലേക്കും ശ്രേഷ്ഠതയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുകയില്ല. ഇന്ന് ഞാൻ ഈ നല്ലൊരു രാത്രിയിൽ ഞാൻ എന്റെ നാട്ടുകാരെ ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ ഓർക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, ഇൽമു പഠിക്കാൻ വേണ്ടി എന്നെ അയച്ചിട്ടുള്ളത് എന്റെ നാട്ടിൽപ്പെട്ട നല്ലവരായ ആൾക്കാരാണ്. എനിക്ക് പഠിക്കാൻ വേണ്ടി കിതാബ് വാങ്ങിത്തന്നത് നമ്മുടെ നാട്ടുകാരാകുന്ന സഫ അസോസിയേഷൻ എന്ന് പറയപ്പെടുന്ന സംഘടനയാണ്. ആ സമയത്തിൽ ഞങ്ങളെ ഉമ്മാന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. വീട് കെട്ടി ജീവിക്കുന്ന കാലം എനിക്ക് പഠിക്കാൻ കിതാബ് വാങ്ങി തരാനുള്ള കഴിവ് ഉമ്മാക്കില്ലായിരുന്നു. ആ സമയത്തിൽ എനിക്ക് പഠിക്കാൻ വേണ്ടി കിതാബ് വാങ്ങി തന്നത് നമ്മുടെ നാട്ടിൽപ്പെട്ട സഫായ അസോസിയേഷൻ എന്ന സംഘടനയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പെരുന്നാളാകുന്ന സമയത്ത്, ആ സമയത്ത് എല്ലാവരും പുതിയ വസ്ത്രം ധരിച്ചു പോകുമ്പോ നമ്മുടെ മനസ്സിൽ നമുക്ക് ഡ്രസ്സില്ലല്ലോ എന്നുള്ള വിഷമുണ്ടായിരുന്നു. ആ വിഷം തീർത്തു തന്നത് 2 വ്യക്തികളാണ്. ഒരു വീട്ടിന്റെ 2 വ്യക്തികൾ. എന്ന പേരുള്ള ഒരാളും ഹാറുനാക്ക എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ്. നല്ല സ്വഭാവമുള്ള ഉടമകളാണ് അവർ. അവർ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തന്നുകൊണ്ട് നമ്മുടെ പെരുന്നാളുകളെല്ലാം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഖബറിലാണ്. അർഹമുർ-റഹീമായ അല്ലാഹുവേ, അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞാൻ പഠിക്കാൻ പോകണം. ഏറ്റവും എനിക്ക് പ്രോത്സാഹിപ്പിച്ചു തന്നത് എന്റെ ഉപ്പാപ്പയായിരുന്നു. ഉപ്പാപ്പയും ഇന്ന് ഖബറിലാണ്. അർഹമുർ-റഹീമായ അല്ലാഹുവേ, എന്റെ ഉപ്പാപ്പ ഉമ്മാമ ഖബറിലാണ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരുടെ ജീവിതകാലത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുത്തു കൊടുക്കണേ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം അവർക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബക്കാർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അപ്പോൾ നമ്മുടെ നാട്ടിൽപ്പെട്ട സഫാ നമസ്കാരം, സ്കൂളിൽ പോകുമ്പോൾ ബുക്കുകൾ വാങ്ങി തന്നു, മദ്രസയിൽ പോകുമ്പോൾ ബുക്കും കിതാബെല്ലാം വാങ്ങി തന്നു, ദർസ് പഠിക്കുമ്പോഴും ഫതുൽ മീനും അതുപോലെ നഹ്വിന്റെ കിതാബ് വാങ്ങി തന്നുകൊണ്ട് എന്നെ സഹായിച്ചവരാണ്. അതുപോലെ തന്നെ എന്റെ ഉമ്മാന്റെ അനുജൻ ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന വ്യക്തി പാവപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് പഠിക്കാൻ പോകുന്ന സമയത്തിൽ എനിക്ക് പണം തന്നുകൊണ്ട് സഹായിച്ച വ്യക്തിയാണ്. അർഹമുറാഹിമായ അല്ലാഹുവേ, മുഹറമിന്റെ 9-ാമത്തെ നല്ല ദിവസത്തിൽ ഓർക്കുകയാണ്. അവർക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. എന്നെ പഠിപ്പിക്കാൻ അയച്ചുകൊണ്ട് ഈ നിലക്ക് എത്തിച്ചു തന്നവരാണ്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇൽമിന്റെ ബറക്കത്ത് അവർക്ക് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മകളുടെ ഇബ്രാഹിം എന്നവരുടെ മകളുടെ രോഗം പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നത് മുതൽ ഇതുവരേക്കും ഭക്ഷണം തന്ന ആൾക്കാർ, നാം എത്രയോ കൊല്ലം പഠിച്ചു, 9-10 കൊല്ലങ്ങൾ പഠിച്ചു. ഈ പഠിക്കുന്ന സമയത്തിൽ നമുക്ക് ഭക്ഷണം തന്ന ഉമ്മമാരുണ്ട്. അവരെയും ഈ സദസ്സിൽ വെച്ച് ഓർക്കുകയാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം അവർക്ക് നീ നൽകണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ദുആർക്കാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് ദുആർക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായ ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. നിയ്യത്ത് നന്നാക്കി തരണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ മനസ്സിൽ നീ ആനന്ദം ചൊരിച്ചു തരണേ അല്ലാഹ്. സന്തോഷം ഇട്ട് തരണേ അല്ലാഹ്. ഖുശൂഉം ഹുദൂറുൽ ഖൽബും ഫഹമും ഹിഫ്ളും നാഫിഅ ഇൽമും തഖ്വയും ഹിദായത്തിന്റെ പ്രകാശവും നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും ഇഷ്കും നീ ഇട്ട് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിലുള്ള കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, ഹിർസ്, ഗളബ്, ശഹവത്ത് പോലെയുള്ള ഈ മാരകമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. കാക്കണേ അല്ലാഹ്. നിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഓർമ്മ മാത്രം വരുത്തണേ അല്ലാഹ്. നിന്റെ ഓർമ്മയില്ലാത്ത നിസ്കാരം നിസ്കരിക്കാതിരിക്കാൻ, ആ നിസ്കാരം നിസ്കരിക്കാതിരിക്കാൻ നീ സഹായിക്കണേ അല്ലാഹ്. നിന്റെ ഓർമ്മയോടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് നീക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എപ്പോഴും നിന്റെ ഹബീബ് തങ്ങളെ ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഓർമ്മ നിന്റെ ഹബീബ് തങ്ങൾക്ക് നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കാ പറയണേ അല്ലാഹ്. ചൊടിച്ചിണ്ടാന്ന് പറയണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് ആവശ്യമാണ് റബ്ബേ. നിന്റെ ഹബീബ് ഞങ്ങളെ സ്നേഹിച്ച് ദുനിയാവ് മൊത്തം വെറുത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിന്റെ ഹബീബ് വെറുത്തിട്ട് ഞങ്ങളെ ഒരു ദുനിയാവ് മൊത്തം സ്നേഹിച്ചാലും ആ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. നിന്റെ ഹബീബ് തങ്ങളെ സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നീ നൽകണേ അല്ലാഹ്. രോഗികളുടെ രോഗം ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹ് കടമുള്ളവർക്കുള്ള കടങ്ങൾ പൂർത്തിയാക്കി വീടാനുള്ള മാർഗം നൽകണേ അല്ലാഹ്. വീട് പൂർത്തിയായില്ലെന്ന് വശമുള്ളവരുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രായമെത്തിയ കുട്ടികളുണ്ട്, പെൺകുട്ടികൾ, അവർക്ക് വിവാഹം എത്രയും പെട്ടെന്ന് കൈകാണുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ നൽകണേ അല്ലാഹ്.
അല്ലാഹ്. തന്ന മക്കളെ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. ആലിമീൻ ആലിമത്തുകളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഹാഫിദ് മഹാഫിദീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ആശിഖ് ആശിഖീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. മുഹബ്ബത്ത് നിന്നോടും ഹബീബ് തങ്ങളോടും ഇട്ട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാഫിഅൽ ഇൽമ് നൽകണേ അല്ലാഹ്. ഉയർന്ന സ്ഥാനം നൽകണേ അല്ലാഹ്. ഓർമ്മശക്തിയും ചിന്താശക്തിയും ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്. അവരെ നീ പ്രതിഭാശാലികളാക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും പറഞ്ഞിട്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. എനിക്കറിയാമല്ലോ അല്ലാഹ്, എല്ലാം പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഹബീബ് തങ്ങളെ കാണിച്ചു താ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം കാണിച്ചു താ അല്ലാഹ്. കണ്ടുകൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദർശന സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. വോയിസ് ഓഫ് മുണ്ടിപ്പാടി, ഹിദൽ മദീന ചാരിറ്റി ട്രസ്റ്റ്, ഇതുപോലത്തെ ഗ്രൂപ്പുകാർ, ജമാഅത്ത് കമ്മിറ്റിക്കാർ, ദർശനും ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവരെ എല്ലാം ഏറ്റെടുത്തിനാല് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്ന് അവിടത്തെ കാലൊന്ന് കെട്ടിപ്പിടിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم يا من أجاب نوحا في قومه، يا من نصر إبراهيم على أعدائه، يا من رد يوسف على يعقوب، يا من كشف ضر أيوب، يا من قبل تسبيح يونس بنعمته، أسألك بأسرار هذه الدعوات أن تتقبل ما به دعوناك، وأن تعطينا ما سألناك، أن تزلنا وعدك الذي وعدته لعبادك المؤمنين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. وبحمدك يا قيوم خذ بالخير لنا كل وقت، نعمك علينا ثم هدم لقياك بفردوس رادي. وبحمدك يا قيوم خذ بالخير لنا كل وقت، نعمك علينا ثم هدم لقياك بفردوس رادي. وبحمدك يا قيوم خذ بالخير لنا كل وقت، نعمك علينا ثم هدم لقياك بفردوس رادي. صلوات الله على المهدي الهادي الخلق إلى رشد. صلوات الله بكل فمي طيش الهادي خير الأمم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل